കുട്ടികൾക്ക് വെക്കേഷൻ ആയി എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ രാവിലെ കുറേ നേരം കിടന്നുറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. 2 ദിവസമൊക്കെ നന്നായിട്ട് കിടന്നുറങ്ങി. പക്ഷെ എനിക്കിപ്പോൾ എന്തോ അതിനോടൊരു മടുപ്പ് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ പണി ഒന്നും നടക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ റുട്ടീനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് എൻ്റെ പണികളൊക്കെ ഞാൻ വേഗം തീർക്കുന്നുണ്ട്. ഏട്ടനും കുഞ്ഞൂസിനും പോകാത്തതുകൊണ്ട് ഭക്ഷണം ഒന്നും വേഗം ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അടിക്കൽ തുടക്കൽ വാരൽ അങ്ങനത്തെ പരിപാടിയൊക്കെ വേഗം തീർക്കും കേട്ടോ. പിന്നെ നമ്മുടെ പടിയിൽ നിറച്ചും പൊടിയായിരിക്കും. മുറ്റത്ത് ഇങ്ങനെ പൊടിയായതുകൊണ്ട് ചുമരിലേക്കാണെങ്കിലും തറയിലേക്കൊക്കെ ആണെങ്കിലും നിറച്ച് പൊടി ഇങ്ങനെ മണ്ണ് പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ മെയിൻ ആയിട്ടുള്ള പണി അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആരോ എന്നോട് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജി നേരത്തെ എഴുന്നേറ്റിട്ട് പണികളൊക്കെ തീർത്തിട്ട് ഇരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നുള്ളത്. പിന്നെ അത് തന്നെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത്. രാവിലെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, അതിൻ്റെ ഇടയിലാണ് കേട്ടോ പടിയൊക്കെ കഴുകാൻ വേണ്ടി നിന്നത്. പിന്നെ ഞാൻ വേഗം കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് മുറ്റടിച്ചു. വെള്ളം തളിക്കാതെ മുറ്റടിക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല പൊടിയാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ മെയിനായിട്ട് മുറ്റടിക്കുക. ഇനി എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അലക്കലാണ്. അലക്കലും ഞാനിപ്പോൾ രാവിലെ നേരത്തെ ചെയ്യും കേട്ടോ. അലക്കൽ കഴിഞ്ഞാൽ തന്നെ ആ ദിവസത്തെ മെയിൻ ആയിട്ടുള്ള പണി തീർന്ന പോലെയാണ്. പിന്നെ വെയിലാവുന്നതിന് മുന്നേ അലക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് അലക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ ഇപ്പൊ സമയം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ അമ്മയൊക്കെ നേരത്തെ എഴുന്നേക്കൂട്ടോ. അതുകൊണ്ട് ആരെയും ഞാൻ അടിച്ചലക്കി ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ലല്ലോ, ആർക്കും അങ്ങനെ ശല്യമാവാൻ മാത്രമൊന്നുമില്ല. തൊട്ടടുത്ത് വീടുകളില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, അജി ഇങ്ങനെ ഒറ്റയ്ക്കല്ല അടുത്ത് വീടുകളൊന്നും ഇല്ലാതെ താമസിക്കും, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങോട്ട് ശീലമായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൂടുതലും കൃഷിയൊക്കെ ആയിട്ട് കഴിയുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവരുടെ സ്ഥലം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീട് വരുന്നത്. പിന്നെ നമ്മുടെ റോഡിലേക്ക് അങ്ങോട്ടേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ തറവാട് വീടും ഏട്ടൻ്റെ വീടും അങ്ങനെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചു. കുളി കഴിഞ്ഞിട്ടാണ് ഇനി എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആവും കേട്ടോ കുഞ്ഞൂസ് എഴുന്നേറ്റ് വരാനായിട്ട്. പിന്നെ ഇനി രാവിലത്തെ ചായക്കുള്ള പരിപാടിയാണ്. നമുക്കിന്ന് പുട്ടാണ് കേട്ടോ. ചെമ്പ റൈസിൻ്റെ പുട്ടില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പഴം പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. 2 ഉള്ളൂ കേട്ടോ. കുഞ്ഞൂസ് കഴിക്കാത്തതുകൊണ്ട് അവൻ എന്തായാലും അപ്പുറത്തേക്ക് പോകും. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം അവൻ അവിടെ തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ TV ഇല്ലാത്തതുകൊണ്ട് അവന് മെയിനായിട്ട് TV ആണ്. അപ്പോൾ കൂടുതൽ സമയം അവൻ തറവാട്ടിലായിരിക്കും. രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ വെക്കേഷൻ ആയിട്ട് എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടാവില്ലേ, ഞാൻ പോയില്ല കേട്ടോ. അമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരാഴ്ച നല്ല തിരക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പപ്പടം കൂടി കാച്ചി എടുക്കുന്നുണ്ട്. എനിക്ക് പപ്പടം അങ്ങനെ വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. ചോറിൻ്റെ കൂടെ ഒന്നും പപ്പടം കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ചെമ്പാ റൈസിൻ്റെ പുട്ടും പുഴുങ്ങിയ പഴവും പപ്പടവും നല്ല ടേസ്റ്റാന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു വീട്ടിൽ കൂടെ ഉണ്ട് കേട്ടോ. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഷേപ്പ് ചെയ്യാതെയാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിൻ്റെ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പ്യുവർ കോട്ടൺ ഡ്രസ്സാണ്. ഒരു 450 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ലിങ്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ വീട്ടുകൂടലിന് പോയി വീടൊക്കെ കയറി കണ്ടു. നല്ല വീടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സദ്യയായിരുന്നു. ഇപ്പം സദ്യ കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.